ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് വീണ്ടും ഇടതുപക്ഷം അയക്കുന്നു എന്നുള്ളതാണ്. ഞാനതിനൊരു വേറൊരു ദിശയിലൂടെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അത് ടീച്ചറെ ഒതുക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് നമുക്ക് വേറെ രീതിയിൽ, അതായത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് രാജ്യത്ത് തന്നെ ഇടതുപക്ഷത്തിന് അങ്ങേയറ്റം നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ആലങ്കാരികമായിട്ടൊക്കെ പറയാറുണ്ടല്ലോ, കനൽ ഒരു തരി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇത്തവണ ഭരണം നഷ്ടപ്പെട്ടാൽ ഇന്ത്യയിൽ ഒരിടത്തും ഭരണമില്ലാത്ത പാർട്ടിയായി ഇന്ത്യയിൽ ഇടതുപക്ഷം മാറാൻ പോവുകയാണ്. അപ്പോൾ ഏതു വിധേനയും ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത അങ്ങേയറ്റം വേണ്ട ഒരു സമയം കൂടിയാണ്. അവിടെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ചെറിയ മാർജിനിൽ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അത് മികച്ച ജനപ്രീതിയുള്ള ഒരു നേതാവിനെ നിർത്തി തിരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അത് ആയിക്കൂടാ എന്ന് ഇടതുപക്ഷം ചിന്തിക്കുന്നതിൽ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ കഴിയും? 3000 ചില്ലറ വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ പേരാവൂർ എന്ന UDF അവരുടെ കുത്തക എന്ന് അവകാശപ്പെടുന്ന മണ്ഡലം അവർക്ക് നഷ്ടപ്പെട്ടത്. അവിടെ സക്കീർ ഹുസൈൻ എന്ന അവിടുത്തെ ഒരു പ്രാദേശിക യുവ നേതാവ് മത്സരിച്ചിട്ടാണ് സണ്ണി ജോസഫിനെ കിടുകിടാവിറപ്പിച്ചത് അവസാന നിമിഷം വരെ. അവസാന നിമിഷമാണ് സണ്ണി ജോസഫ് ജയിച്ചു കയറുന്നത്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ KK ശൈലജയെ പോലെ ഇത്രയധികം ജനപ്രീതിയുള്ള ഒരു നേതാവിനെ മത്സരിപ്പിച്ച് ആ മണ്ഡലം നമുക്ക് ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കാമെന്ന് ഇടതുപക്ഷം കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അത് ഈ തെരഞ്ഞെടുപ്പിൽ അവരെടുത്ത മികച്ചൊരു രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. ഇപ്പോൾ ശൈലജ ടീച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം, മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ 65,000-ലധികം വോട്ട് നേടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇന്ന് കേരളത്തിന് വളരെ അഭിമാന പുരസ്കരം ഇന്ത്യക്ക് മുന്നിൽ, ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വനിതാ നേതാവാണ്. അതിനപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം വളർന്ന, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം സ്വാധീനമുള്ള ആളുകൾക്കിഷ്ടമുള്ള, അല്ലേ, നമുക്കിപ്പോൾ ഇടതുപക്ഷത്തുള്ള ആളുകൾക്ക് മാത്രമല്ല, രാഷ്ട്രീയ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും വളരെ ഇഷ്ടമുള്ള, നമുക്ക് ആദരവ് തോന്നുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് KK ശൈലജ എന്നുള്ളത്. എല്ലാ വീട്ടിലെയും ഒരു അംഗം എന്ന പോലെ ആ രീതിയിൽ നന്നായി രാഷ്ട്രീയം പറയുന്ന, നല്ല പോരാട്ട വീര്യമുള്ള, ഏത് വിഷയത്തോടും നന്നായി സംസാരിക്കുന്ന, അങ്ങനെ ഇപ്പോൾ നിയമസഭയിലൊക്കെ ഈ അവസാന കാലത്ത് നമ്മൾ കണ്ടു, ഒരു വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് കേരളം ചർച്ച ചെയ്തതുപോലും, അതിനുള്ളൊരു സാധ്യതയെക്കുറിച്ച് കേരളം ആലോചിച്ചതുപോലും ശൈലജ ടീച്ചറെ മുൻനിർത്തിക്കൊണ്ട്. അത്രയും നേതൃപാഠവുമുള്ള KK ശൈലജയെ പേരാവൂർ പോലെ പിടിച്ചെടുക്കാൻ കഴിയും, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയും എന്നവർ കരുതുന്ന ഒരു മണ്ഡലത്തിലേക്ക് അയച്ചതിൽ എന്താണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശൈലജ ടീച്ചർ തന്നെ ഒരു തവണ വിജയിച്ച ഒരു മണ്ഡലമാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം, അവിടെ മത്സരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സണ്ണി ജോസഫാണ്, KPCCയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. പേരാവൂരിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച UDFന്റെ സ്ഥാനാർത്ഥി തന്നെയാണ്, അവരുടെ ശക്തി കേന്ദ്രം തന്നെയാണ്. കേരളത്തിൽ ചില മണ്ഡലങ്ങൾ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. അതായത് ചില മണ്ഡലങ്ങൾ ചില നേതാക്കളെ നിർത്തിയാൽ, അല്ലെങ്കിൽ ആര് നിന്നാലും രാഷ്ട്രീയ വോട്ടുകൾ, ഉറച്ച രാഷ്ട്രീയ വോട്ടുകളുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെ ആര് സ്ഥാനാർത്ഥിയായാലും ആ മണ്ഡലം ആ പാർട്ടിക്ക് കൈവിടില്ല. അത്തരത്തിൽ ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ഒരു മണ്ഡലമാണ് മട്ടന്നൂർ എന്നുള്ളത്. അത് ശൈലജ ടീച്ചർ കൂടി നിൽക്കുമ്പോൾ ആ വോട്ടർമാർ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് 2021 നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം, ഏകദേശം 60,000-ൽ പരം ഭൂരിപക്ഷം നൽകി ടീച്ചറെ വിജയിപ്പിച്ചെടുത്ത ഒരു മണ്ഡലം. അവിടെ ഇപ്പോൾ ഇനി ടീച്ചർ അല്ല എങ്കിൽ പോലും മട്ടന്നൂർ മണ്ഡലം ഇടതുപക്ഷത്തെ ഒരു കാരണവശാലും കൈവിടുമെന്ന്, അതിന് ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലും ആ മണ്ഡലം അവരുടെ കയ്യിൽ തന്നെ, ഉള്ളം കയ്യിൽ തന്നെ നിൽക്കുകയും ചെയ്യും. പക്ഷേ പേരാവൂർ പോലെ ചില മണ്ഡലങ്ങളുണ്ട്, രാഷ്ട്രീയത്തിനപ്പുറമായി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം. അതുകൊണ്ടാണ് പേരാവൂർ എന്നിടത്തേക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, അവിടെ മത്സരിച്ച് പരിചയമുള്ള, അവിടുത്തെ ആളുകളെ അറിയുന്ന KK ശൈലജ എന്നുള്ള അവരുടെ ഏറ്റവും തീപ്പൊരിയായിട്ടുള്ള, അവരുടെ കയ്യിൽ ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധമായിട്ടുള്ള ശൈലജ ടീച്ചറെ തന്നെ അങ്ങോട്ടേക്ക് മത്സരിപ്പിക്കാൻ അയക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഒതുക്കാനുള്ള ഒരു നീക്കമല്ല, അത് ഇടതുപക്ഷത്തിന് കുതിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.